പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മറ്റൊരു ഐ+ന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അസറ്റ്ലിൻ ഗ്യാസ് ജനറേറ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അസറ്റ്ലിൻ ഗ്യാസ് എന്നുള്ളത് ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഈ പറഞ്ഞ അസറ്റ്ലിൻ ഗ്യാസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഗ്യാസ് വെൽഡിങ് നടത്തണമെങ്കിൽ ഇപ്പോൾ ഓക്സി അസറ്റ്ലിൻ വെൽഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ് അസറ്റ്ലിൻ എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എങ്ങനെയാണ് അസറ്റ്ലിൻ ഗ്യാസ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു സെഷനിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അസറ്റ്ലിൻ ഗ്യാസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അസറ്റ്ലിൻ എന്നൊക്കെ ഉള്ള, അസറ്റ്ലിൻ എവിടെയാണ്, അസറ്റ്ലിൻ ഒരു പർട്ടിക്കുലർ സിലിണ്ടർ ഉണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, അതിന്റെ പ്രഷറിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അസറ്റ്ലിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടികൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ അസറ്റ്ലിൻ ഇസ് എ ഫ്യൂവൽ ഗ്യാസ്, ഫ്യൂവൽ ആണ് അസറ്റ്ലിൻ അല്ലേ, വിച്ച് പ്രൊഡ്യൂസസ് എ വെരി ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ബിക്കോസ് ഇറ്റ് ഹാസ് മോർ എമൗണ്ട് ഓഫ് കാർബൺ. അതായത് 92.3% അസറ്റ്ലിനിലെ 92.3% കണ്ടന്റ് എന്താണ്, കാർബൺ തന്നെയാണ് ദാൻ എനി അതർ ഫ്യൂവൽ ഗ്യാസ്. അപ്പോൾ ഏത് ഫ്യൂവൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിനാൽ കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അസറ്റ്ലിൻ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം അതിനകത്ത് കാർബൺ കണ്ടന്റ് 90%-ലധികം കാർബൺ കണ്ടന്റ് തന്നെയാണ്. ദ ടെമ്പറേച്ചർ ഓഫ് ഓക്സി അസറ്റ്ലിൻ ഫ്ലെയിം ഈസ് 3100 ഡിഗ്രി സെൽഷ്യസ് ടു 3300 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഓക്സി അസറ്റ്ലിൻ ഫ്ലെയിമിന്റെ ന്യൂട്രൽ ഫ്ലെയിം ഉൾപ്പെടെയുള്ള ഫ്ലെയിമുകളുടെ ഡിഫറൻസ്, അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്, കാർബറൈസിംഗ് ഫ്ലെയിം, ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഒക്കെ. അപ്പോൾ വലിയൊരു ടെമ്പറേച്ചർ റേഞ്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഓക്സി അസറ്റ്ലിൻ ഫ്ലെയിം വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ അസറ്റ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്യാസ് തന്നെയാണ്. അപ്പോൾ അതിന്റെ കോമ്പോസിഷൻ ഈ പറഞ്ഞതുപോലെ 92.3% കാർബൺ തന്നെയാണ്. അപ്പോൾ അസറ്റ്ലിന്റെ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല C2H2, ഇതാണ് അസറ്റ്ലിന്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ ഏതൊക്കെയാ കോമ്പൗണ്ടുകളുള്ള, എലമെന്റുകളുള്ളത് ഏതൊക്കെയാ, കാർബണും ഹൈഡ്രജനും. കാർബൺ 92.3% കാർബൺ ആണ്, ഹൈഡ്രജൻ 7.7% മാത്രമാണ് ഹൈഡ്രജൻ. അപ്പോൾ പാർട്സിൽ പറയുകയാണെങ്കിൽ 24 പാർട്ട് കാർബണും 2 പാർട്ട് ഹൈഡ്രജനുമാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കെമിക്കൽ സിമ്പിൾ നമുക്കറിയാം C2H2 ആണ്. 2 ആറ്റംസ് ഓഫ് കാർബൺ ആർ കമ്പൈൻഡ് വിത്ത് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ. ഇനി അസറ്റ്ലിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടികളിലൂടെ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ്. ഇതിന് കളർ ഉണ്ടോ? കളർ ഇല്ല. ലൈറ്റർ ദാൻ എയർ, അതായത് എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്, കളർലെസ് ആണ്, ലൈറ്റർ ദാൻ എയർ ആണ്. ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 0.9056. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എയറിനേക്കാളും കുറവാണ്, അതുകൊണ്ടാണ് എയറിനേക്കാൾ ലൈറ്റർ ആണ്, അല്ലെങ്കിൽ എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 1ൽ താഴെ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും എന്താണ്, എല്ലാ പദാർത്ഥങ്ങളും എയറിനേക്കാളും ഡെൻസിറ്റി കുറവായിരിക്കും, എയറിനേക്കാളും ലൈറ്റർ ആയിരിക്കും. ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ ആൻഡ് ബേൺസ് വിത്ത് എ ബ്രില്യൻറ്റ് ഫ്ലെയിം. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് സ്റ്റോർ ചെയ്യേണ്ട ഒരു സംഗതിയാണ് അസറ്റ്ലിൻ എന്നുള്ളത്. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലിബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. വാട്ടറിലും ആൽക്കഹോളിലും സോലിബിൾ ആണ്, സ്ലൈറ്റ്ലി സോലിബിൾ ആണ് ഏതെന്ന് പറയുന്നത്, ഈ അസറ്റ്ലിൻ ഗ്യാസ് എന്ന് പറയുന്നത്. ഇംപ്യൂർ അസറ്റ്ലിൻ ഹാസ് പഞ്ചന്റ് ഓർഡർ. ഒരു ഗാർലിക്കിന്റെ കൂട്ട്, ഒരു വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് ഉണ്ടാവും ഈ പറഞ്ഞ ഇംപ്യൂർ അസറ്റ്ലിന്. ഇറ്റ് ക്യാൻ ഈസിലി ഡിറ്റക്റ്റഡ് ബൈ ഇറ്റ്സ് പെക്യുലിയർ സ്മെൽ. ഈ സ്മെല്ല് കാരണം അസറ്റ്ലിൻ നമുക്ക് വളരെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അസറ്റ്ലിൻ ഡിസോൾവ്സ് ഇൻ അസറ്റോൺ ലിക്വിഡ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ അസറ്റോൺ ലിക്വിഡിൽ അസറ്റ്ലിൻ ഡിസോൾവ് ചെയ്യും, അസറ്റ്ലിൻ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട് അസറ്റോൺ ലിക്വിഡിൽ. ഇംപ്യൂർ അസറ്റ്ലിൻ റിയാക്ട്സ് വിത്ത് കോപ്പർ ആൻഡ് ഫോംസ് ആൻ എക്സ്പ്ലോസീവ് കോമ്പൗണ്ട് കോൾഡ് കോപ്പർ അസറ്റ്ലിൻ. Therefore കോപ്പർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ അസറ്റ്ലിൻ പൈപ്പ് ലൈൻ. അപ്പോൾ അത് ചിലപ്പോൾ ചോദിച്ചേക്കാം, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. കോപ്പർ ഒരിക്കലും അസറ്റ്ലിൻ പൈപ്പ് ലൈന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം എന്താണ്, കോപ്പർ അസറ്റ്ലിൻ എന്നുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, അത് ഹൈലി എക്സ്പ്ലോസീവ് ആണ്. കോപ്പർ അസറ്റ്ലിൻ എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പ്ലോസീവ് ആണ്, അതുകൊണ്ട് തന്നെ അസറ്റ്ലിൻ ഒരിക്കലും കോപ്പർ പൈപ്പ് ലൈനിൽ കൂടെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് പാടില്ല. അടുത്തത്, അസറ്റ്ലിൻ ഗ്യാസ് ക്യാൻ കോസ് സഫോക്കേഷൻ ഇഫ് മിക്സഡ് 40% ഓർ മോർ ഇൻ എയറിൽ 40%-ലധികം അസറ്റ്ലിൻ വരികയാണെങ്കിൽ സഫോക്കേഷൻ ഉണ്ടാവും, നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അസറ്റ്ലിൻ മിക്സ്ഡ് വിത്ത് എയർ ബിക്കംസ് എക്സ്പ്ലോസീവ് ഓൺ ഇഗ്നീഷൻ. അപ്പോൾ അസറ്റ്ലിൻ മിക്സ് ചെയ്തിട്ടുള്ള എയറിൽ വേണമെങ്കിൽ തീ കത്താനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് unstable and unsafe when compressed to high pressure. That is, its safe storage pressure is free state is fixed at 1 kg/cm². അപ്പോൾ 1 kg/cm²-നേക്കാളും കൂടുതൽ പ്രഷർ ഇതിൽ ചെലുത്തി കഴിഞ്ഞാൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അസറ്റ്ലിൻ ഗ്യാസ് സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ലിമിറ്റ് ഏതാണ്, 1 kg/cm² ആണ്. അതിന്റെ സേഫ് സ്റ്റോറേജ് പ്രഷർ എന്ന് പറയുന്നത് 1 kg/cm² ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിൽ താഴെ ആയിരിക്കണം അതിന്റെ സ്റ്റോറേജ്. ഇറ്റ് ക്യാൻ ബി ഡിസോൾഡ് ഇൻ ലിക്വിഡ് അസറ്റോൺ അറ്റ് ഹൈ പ്രഷർ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ലിക്വിഡ് അസറ്റോണിൽ അതിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അസറ്റ്ലിൻ സിലിണ്ടറിൽ ഈ ലിക്വിഡ് അസറ്റോണിൽ മിക്സ് ചെയ്ത അസറ്റ്ലിൻ ആണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 1 വോളിയം ഓഫ് ലിക്വിഡ് അസറ്റോൺ
acetone can be dissolved 25 volumes of acetylene under NTP. NTP എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വാല്യൂവിൽ ഒരു വോളിയം ഓഫ് ലിക്വിഡിന് അല്ല അസറ്റോൺ ലിക്വിഡ് അസറ്റോണിന് 25 വോളിയം ഓഫ് അസറ്റ്ലിനെ ഡിസോൾവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അസറ്റ്ലിൻ സിലിണ്ടേഴ്സ് കണ്ടെയ്ൻ ഡിസോൾഡ് അസറ്റ്ലിൻ ഗ്യാസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസോൾഡ് അസറ്റ്ലിൻ ഗ്യാസ് ആണ് അസറ്റ്ലിൻ സിലിണ്ടറുകൾക്കുള്ളിൽ ഉള്ളത്. ഗ്യാസ് അങ്ങനെ അല്ല ഉള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഫോർ കംപ്ലീറ്റ് കമ്പഷൻ 1 വോളിയം യൂണിറ്റ് ഓഫ് അസറ്റ്ലിൻ റിക്വയർസ് 2.5 വോളിയം യൂണിറ്റ്സ് ഓഫ് ഓക്സിജൻ. അത് അതിൻ്റെ ഒരു കെമിക്കൽ ഫോമിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു യൂണിറ്റ് അസറ്റ്ലിൻ കത്തണമെങ്കിൽ 2.5 യൂണിറ്റ് എന്ത് വേണം? ഓക്സിജൻ വേണം വോളിയത്തിന്റെ കേസിൽ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യൂണിറ്റ് അസറ്റ്ലിൻ കത്തണമെങ്കിൽ 2.5 യൂണിറ്റ് വോളിയം ഓക്സിജൻ വേണം എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതാണ് അസറ്റ്ലിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടികളാണ് നമ്മൾ പഠിച്ചത്. ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, പ്രഷർ മാക്സിമം 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ശ്രദ്ധിക്കുക, യൂണിറ്റ് ശ്രദ്ധിക്കുക, കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അത്രേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അസറ്റ്ലിൻ ലിക്വിഡ് സ്റ്റേറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സിലിണ്ടറിനുള്ളിൽ. ഒരു യൂണിറ്റ് അസറ്റ്ലിൻ കത്തണമെങ്കിൽ 2.5 യൂണിറ്റ് ഓക്സിജൻ വേണം വോളിയത്തിന്റെ കേസിൽ. ഇനി അസറ്റ്ലിൻ ഗ്യാസ് എങ്ങനെ ജനറേറ്റ് ചെയ്യും, അതിന്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം കാർബൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ അസറ്റ്ലിൻ ഗ്യാസ് ജനറേഷൻ ഏറ്റവും ബേസിക് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? കാൽഷ്യം കാർബൈഡ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. കാൽഷ്യം കാർബൈഡും വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? അസറ്റ്ലിൻ ഗ്യാസ് കിട്ടുക. ഇവിടെ ശ്രദ്ധിക്കുക, CaC2 ഇതാണ് കാൽഷ്യം കാർബൈഡ് പ്ലസ് 2H2O. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. 2H2O എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് വാട്ടറും കാൽഷ്യം കാർബൈഡും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഇവിടെ C2H2 ഇതാണ് നമുക്ക് വേണ്ട ഗ്യാസ്. അതിന് പുറമെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡും കൂടെ വരും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലേക്കട്ട് ലൈം നമുക്ക് ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അത് നമ്മൾ ഒഴിവാക്കും. നമുക്ക് വേണ്ടത് എന്താണ്? C2H2 ആണ്, അല്ലെങ്കിൽ അസറ്റ്ലിൻ ഗ്യാസ് ആണ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ ഫോർമുല ഒന്ന് അറിഞ്ഞിരിക്കണം. When water is added to calcium carbide, it reacts and produces acetylene gas and calcium hydroxide അല്ലെങ്കിൽ slaked lime. Calcium carbide is composed of calcium and carbon. Water is composed of hydrogen and oxygen. നമുക്കറിയാം അല്ലേ? അപ്പോൾ കാൽസ്യം കാർബൈഡും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ വഴിയാണ് നമുക്ക് അസറ്റ്ലിൻ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ കാൽസ്യം കാർബൈഡ് ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് വാട്ടർ, the carbon of the calcium carbide combines with the hydrogen of the water forming acetylene gas. Calcium combines with the oxygen and hydrogen in water to form slaked lime അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി 2 തരത്തിൽ നമുക്ക് അസറ്റ്ലിൻ ഗ്യാസ് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇമ്പോർട്ടൻ്റ്. 2 തരത്തിൽ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? കാൽസ്യം കാർബൈഡും വാട്ടറും. ഒരു സ്ഥലത്ത് കാൽസ്യം കാർബൈഡ് ഇരിക്കുന്നു, ഒരു സ്ഥലത്ത് വെള്ളം ഇരിക്കുന്നു. ഇത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? അസറ്റ്ലിൻ കിട്ടുക. അപ്പോൾ നമ്മൾ കാൽസ്യം കാർബൈഡിലേക്ക് ഈ നിലത്ത് കിടക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന കാൽസ്യം കാർബൈഡിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതിന് എന്ത് പറയും? വാട്ടർ ടു കാൽസ്യം കാർബൈഡ്. വാട്ടർ കാൽസ്യം കാർബൈഡിലേക്ക്, അതാണ് ഒന്നാമത്തെ മെത്തേഡ്. അങ്ങനല്ല, ഈ വെള്ളത്തിലേക്ക് കാൽസ്യം കാർബൈഡ് ഒഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് കാൽസ്യം കാർബൈഡ് ടു വാട്ടർ. ഇതാണ് 2 മെത്തേഡ്. ഇത്രയേ ഉള്ളൂ. ആര് എങ്ങോട്ട് വന്ന് വീഴുന്നു എന്നുള്ളതനുസരിച്ച് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വാട്ടർ ടു കാർബൈഡ് മെത്തേഡ്, കാർബൈഡ് ടു വാട്ടർ മെത്തേഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, വാട്ടർ ടു കാർബൈഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വെള്ളം കാർബൈഡിലേക്ക് വരുന്നു, വെള്ളം കാർബൈഡിലേക്ക് ഒഴിക്കുന്നു, അതാണ് വാട്ടർ ടു കാർബൈഡ്. രണ്ടാമത് കാർബൈഡ് ടു വാട്ടർ. ഇവിടെ എന്താ? കാർബൈഡിന്റെ ആ സോളിഡ് പാർട്ടിക്കിൾ വെള്ളത്തിലേക്ക് ഇടുന്നു, അതാണ് 2ാമത്തെ മെത്തേഡ്. അപ്പോൾ സിമ്പിൾ ആണ്. കാർബൈഡ് ടു വാട്ടറും വാട്ടർ ടു കാർബൈഡും, ഈ 2 മെത്തേഡുകളേ ഉള്ളൂ. In the water to carbide method, water falls on the calcium carbide to produce acetylene. അതാണ് നമ്മൾ പറഞ്ഞത്. Carbide to water means calcium carbide grains falls on a mass of water producing acetylene. അതായത് കാർബൈഡ് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബൈഡ് വെള്ളത്തിലേക്ക് ഇടുന്നു, വാട്ടർ ടു കാർബൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളം കാൽസ്യം കാർബൈഡിലേക്ക് ഇടുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡുകളാണ് ഉള്ളത്. 2 എക്യുപ്മെന്റ് ആണ്, അത് 2ആണ് നമുക്ക് പഠിക്കാനുള്ളത്. An acetylene generator is a device which brings proper amounts of calcium carbide and water together to generate the acetylene gas at the required rate. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രവർത്തനം, അതായത് ഒന്നുകിൽ വെള്ളം കാർബൈഡിലേക്ക് വീഴ്ത്തും, അല്ലെങ്കിൽ കാർബൈഡ് ഗ്രെയിൻസ് വെള്ളത്തിലേക്ക് വീഴ്ത്തി അതിൽ നിന്ന് അസറ്റ്ലിൻ ഗ്യാസ് പുറത്തേക്ക് എടുക്കുന്ന പരിപാടിയാണ് അസറ്റ്ലിൻ ഗ്യാസ് ജനറേറ്റേഴ്സ് ചെയ്യുന്നത്. അസറ്റ്ലിൻ ജനറേറ്റേഴ്സ് ആർ ഓഫ് 2 ടൈപ്സ്. അതാണ് നമ്മൾ പറഞ്ഞത്. 2 ടൈപ്പ്. ഒന്നുകൂടെ പറയുന്നത് വാട്ടർ ടു കാർബൈഡ് ടൈപ്പ് അസറ്റ്ലിൻ ജനറേറ്റർ, അത് ലോ പ്രഷർ, അത് ഇമ്പോർട്ടൻ്റ്. അതായത് വാട്ടർ ടു കാർബൈഡ്, അതായത് കാർബൈഡിലേക്ക് വെള്ളം ഒഴിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലോ പ്രഷർ ജനറേഷൻ ആണ്. അതേസമയം കാർബൈഡ് ടു വാട്ടർ, കാർബൈഡ് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന, അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിലേക്ക് കാർബൈഡ് ഗ്രെയിൻസ് വീഴുന്നത് മീഡിയം പ്രഷറാണ്. മീഡിയം ടു ഹൈ പ്രഷർ എന്നും പറയാറുണ്ട്, എങ്കിൽ കോമൺലി മീഡിയം പ്രഷർ പ്രോസസ്സാണ്. അപ്പോൾ ലോ പ്രഷർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏതാ?
വാട്ടർ ടു കാർബൈഡ് ആണ്. മീഡിയം പ്രഷർ പ്രോസസ് ചെയ്ത കാർബൈഡ് ടു വാട്ടർ ആണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി. ഇപ്പോൾ വെള്ളമാണല്ലോ, ഇപ്പോൾ താഴെ കിടക്കുന്ന കാർബൈഡിലേക്ക് വെള്ളം നമ്മൾ കോരി ഒഴിക്കുകയാണ്. ഇതാണ് ലോ പ്രഷർ എന്ന് പറയുന്നത്. കാർബൈഡിന് മുകളിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്നതിനെയാണ് ലോ പ്രഷർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ കുളിക്കുമ്പോൾ വെള്ളം നമ്മൾ കോരി ഒഴിക്കും, നമ്മുടെ തലയിലേക്ക് വെള്ളം ഒഴിക്കും, നമുക്ക് വലിയ പ്രഷർ അനുഭവപ്പെടാറുണ്ടോ? ഇല്ല. അപ്പോൾ വെള്ളം നമ്മുടെ മേത്ത് വന്ന് വീഴുമ്പോൾ നമുക്ക് പ്രഷർ അനുഭവപ്പെടാറില്ല, ചെറിയ പ്രഷർ അനുഭവപ്പെടാറുള്ളൂ. അതുകൊണ്ട് അതാണ് ലോ പ്രഷർ. അങ്ങനെ ചിന്തിച്ചാൽ മതി, മനസ്സിലായില്ലേ? വെള്ളം നമ്മളിലേക്ക്, നമ്മൾ കുളിക്കുമ്പോൾ തലയിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കും അല്ലേ? അപ്പോൾ അത് വലിയ പ്രഷർ നമുക്ക് അനുഭവപ്പെടാറില്ല, ലോ പ്രഷറാണ്. അപ്പോൾ വെള്ളം തലയിൽ വന്ന് വീണെന്ന് വരെ എന്തെങ്കിലും നമുക്ക് സംഭവിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ കൃത്യമായിട്ട് കുളിക്കുന്നവരാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ലോ പ്രഷർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. വാട്ടർ ടു കാർബൈഡ് ലോ പ്രഷറാണ്. അപ്പോൾ മറ്റേതെന്താണ്? ഹൈ പ്രഷർ അല്ലെങ്കിൽ മീഡിയം പ്രഷർ. മീഡിയം പ്രഷർ എന്ന് പഠിക്കുക. ഹൈ പ്രഷറും ചില സമയത്ത് ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ ലോ പ്രഷർ വാട്ടർ ടു കാർബൈഡും കാർബൈഡ് ടു വാട്ടർ മീഡിയം പ്രഷറുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ആദ്യത്തേത് വാട്ടർ ടു കാർബൈഡ് അസെറ്റിലിൻ ജനറേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോ പ്രഷർ സിസ്റ്റമാണിത്. വെള്ളം കാർബൈഡിലേക്ക് വീഴ്ത്തുന്ന സിസ്റ്റം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. In this low pressure acetylene gas generator, water falls on the carbide to generate acetylene gas. കേട്ടോ, വാട്ടർ ഫോൾസ് ഓൺ ദി കാർബൈഡ് ടു ജനറേറ്റ് അസെറ്റിലിൻ ഗ്യാസ്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കാർബൈഡിന് മുകളിലേക്ക് വെള്ളം ഒഴുകിയാണ്. അസെറ്റിലിൻ പ്രഷർ അപ് ടു 0.17 kg/cm² ക്യാൻ ബി ജനറേറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെത്തേഡ് വഴി, അതായത് വാട്ടർ ടു കാർബൈഡ് അസെറ്റിലിൻ ഗ്യാസ് ജനറേഷൻ വഴി എത്ര പ്രഷർ വരെ ഉണ്ടാക്കിയെടുക്കാം? 0.17 kg/cm². അത്രയും പ്രഷർ വരെ, അതാണ് ലോ പ്രഷർ എന്ന് പറഞ്ഞത്. അത്രയും പ്രഷർ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അസെറ്റിലിൻ ഗ്യാസിന്റെ പ്രഷർ 0.17 kg/cm² വരെ പറ്റുള്ളൂ. കാർബൈഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ കാർബൈഡ് കണ്ടെയ്നർ ലൊക്കേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ജനറേറ്റർ. ജനറേറ്ററിന്റെ താഴെ കാർബൈഡ് ഉണ്ടാവും, അതിലേക്ക് വെള്ളം ഒഴിക്കും. വാട്ടർ കൺട്രോൾഡ് ബൈ എ ഫ്ലോട്ട് വാൽവ് ഈസ് ഫെഡ് ഇൻ ദ കാർബൈഡ് കണ്ടെയ്നർ. ദ ജനറേറ്റഡ് അസെറ്റിലിൻ ഈസ് കളക്ടഡ് ഇൻ എ ഗ്യാസ് ബെൽ which rises and then cuts off the water supply automatically. അപ്പോൾ നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് വെച്ച് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് വാട്ടർ ടു കാർബൈഡ് ജനറേറ്ററിന്റെ ഫിഗർ. ഇതാണ് ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ആണ്. ഇവിടെ വെച്ചിട്ട് ഇതിന്റെ കട്ട് സെക്ഷനാണ്, ഇതിന്റെ ഇൻസൈഡ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? വാട്ടർ ടു കാർബൈഡ് ജനറേറ്റർ ആണ്. വാട്ടർ ടു കാർബൈഡ് ജനറേറ്റർ ആണ്. വെള്ളം കാർബൈഡിലേക്ക് വീഴുന്നു. അപ്പോൾ ഇവിടുത്തെ ഇതാണ് സെറ്റപ്പ്. ഇതാണ് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെ? ഏറ്റവും താഴെ കാർബൈഡ് ഉണ്ട്. ഇതാണ് കാർബൈഡ്. ഇവിടെ ഇങ്ങനെ ഈ ഡാർക്ക് കളറിൽ കാണുന്നതാണ് കാർബൈഡ്, കാൽസ്യം കാർബൈഡ് ഈ ഡാർക്ക് കളറിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് കാർബൈഡ് കണ്ടെയ്നർ. ഇത് പുറത്തുനിന്ന് എടുക്കാൻ ഒരു ഡോർ ഉണ്ട്. ഇവിടെ ഒരു ഡോറൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറുണ്ട്. ഓക്കെ, ഇനി ഇതിന് മുകളിൽ ശരിക്കും 2 കണ്ടെയ്നറുകളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്സൈഡ്, ഒരു ഇൻസൈഡ് വെസലും ഉണ്ട്, ഒരു ഔട്ട്സൈഡ് വെസലും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാത്രമുണ്ട്. ഇതാണ് ഔട്ടർ വെസൽ. ഓക്കെ, ഇതാണ് ഔട്ടർ വെസൽ. ഇതിനകത്താണ് നമ്മൾ വെള്ളം ഘടിപ്പിച്ച് വെക്കുക. ഇനി ഇതിന് മുകളിലൂടെ അല്ലെങ്കിൽ ഇതിനകത്തൂടെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്ന മറ്റൊരു പാത്രമുണ്ട്. ഇതിനകത്തൂടെ കമഴ്ത്തി വെച്ചിരിക്കുന്ന മറ്റൊരു പാത്രം. അതിന് ഇങ്ങനെ ഒരു അടപ്പുമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു അടപ്പുമൊക്കെ ആ ഒരു പാത്രത്തിനുണ്ട്. ഇതിങ്ങനെ ഒരു പാത്രം, ഈ ഗ്രീൻ കളറിലുള്ള ഒരു പാത്രം ഇതിലേക്ക് കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഔട്ട്സൈഡ് കണ്ടെയ്നർ, ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഇൻസൈഡ് വെസൽ. ഇത് ഇൻസൈഡ് വെസൽ, ഇത് ഈ റെഡ് കളറിൽ കാണുന്നത് ഔട്ട്സൈഡ് വെസൽ. കാരണം അതാണ് പുറത്തൂടെ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഒരു കണ്ടെയ്നറിനകത്തേക്ക് മറ്റൊരു കണ്ടെയ്നർ കമിഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ മേളിൽ ഒരു വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ പുറത്തുള്ള കണ്ടെയ്നർ, ഈ പുറത്തുള്ള കണ്ടെയ്നർ ഔട്ട്സൈഡ് വെസൽ എന്ന് തന്നെ പറയും. അതിനകത്താണ് വെള്ളം നിറയ്ക്കുക. ഈ പുറത്തുള്ള കണ്ടെയ്നറിലാണ് വെള്ളമുള്ളത് കംപ്ലീറ്റ്ലി വെള്ളമുള്ളത്. ഈ പുറത്തുള്ള ഈ നേരെ ഇരിക്കുന്ന കണ്ടെയ്നറിലാണ് ഈ വെള്ളം എല്ലാം ഉള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിന്റെ താഴെയാണ് നമ്മുടെ മറ്റേ കാർബൈഡ് കണ്ടെയ്നർ ഉള്ളത്. ഇത് വെച്ചിരിക്കുന്ന കാർബൈഡ് കണ്ടെയ്നർ ഇതിന്റെ താഴെയാണ്. കാർബൈഡ് കണ്ടെയ്നർ ഇവിടെ ഉണ്ട്, ഇവിടെ അതിന്റെ ഡോറും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമിഴ്ത്തി വെച്ചിരിക്കുന്ന മുകളിൽ നിന്ന് താഴേക്ക് ആ ഗ്രീൻ കളറിൽ കാണുന്ന അതിന്റെ പേരാണ് റൈസിംഗ് ഗ്യാസ് ബെൽ എന്നുള്ളതാണ് അതിന്റെ പേര്. ഇതിന്റെ പേരാണ് റൈസിംഗ് ഗ്യാസ് ബെൽ. അപ്പോൾ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, എന്നാലേ ഈ ഒരു സംഗതി പിടികിട്ടുള്ളൂ. അതായത് ഒരു കണ്ടെയ്നർ നേരെ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കമിഴ്ത്തി
മറ്റൊരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു ഫ്ലോട്ട്, ഒരു വാൽവും അതുപോലെ മറ്റ് സംഗതികളൊക്കെ നമുക്ക് ഇവിടെ സേഫ്റ്റി വാൽവ് അതുപോലെ ഔട്ട്ലെറ്റ് വാൽവ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൈഡ് കണ്ടെയ്നർ ഈ നേരെ ഇരിക്കുന്നത് ഇവിടെ അത് കാണാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ലൈൻ കണ്ടില്ലേ, ഈ ഒരു ലൈൻ ഇവിടെ കണ്ടാൽ ഇതാണ് നമ്മുടെ റൈസിംഗ് ബെല്ലിന്റെ സൈഡാണ് ഇവിടെ ഈ കാണുന്നത്. ഞാൻ ഈ റെഡിൽ ഇപ്പോൾ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അത് മേളിലോട്ടുണ്ട് ഇവിടെ വരെയുണ്ട്. ഓക്കെ, റൈസിംഗ് ബെല്ലിന്റെ ഒരു പാർട്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ട്ലെറ്റ് പൈപ്പ് ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് സംഗതികൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ടർ സപ്ലൈ പൈപ്പ്. ഇതാണ് വാട്ടർ സപ്ലൈ പൈപ്പ് എന്ന്. ഇതേ പുറത്തുനിന്ന് ഇങ്ങനെയാണ് വാട്ടർ സപ്ലൈ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. വാട്ടർ സപ്ലൈ പൈപ്പ് ടു കാർബൈഡ് കണ്ടെയ്നർ വാട്ടർ സപ്ലൈ പൈപ്പാണ് ഇത്. അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലോട്ട് ഇവിടെ ഉണ്ട്. ഈ ഫ്ലോട്ടും അതുപോലെ ഇവിടെ കാണാത്ത ഒരു കമ്പോണന്റും കൂടെ ഉണ്ട്. ഈ ഫ്ലോട്ടും ഇതും കൂടെ ഈ റൈസിംഗ് ബെല്ലിന്റെ ടോപ്പും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബാറുണ്ട്, ഒരു ക്രോസ് ബാറും കൂടെ ഉണ്ട്. ഈ റൈസിംഗ് ബെല്ലിൽ ഇങ്ങനെ ഇവിടെ വെച്ച് അടച്ചേക്കുവാണ്. റൈസിംഗ് ബെല്ലിൽ അടച്ചേക്കുക, ഗ്രീൻ കളർ റേസിംഗ് ബെല്ല് ഇവിടെ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലോട്ടും ഈ പറഞ്ഞ ഈ ഒരു റേസിംഗ് ബെല്ലിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു ക്രോസ് ബാറും കൂടെ ഇവിടെ ഉണ്ട്. അത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കാർബൈഡ് കണ്ടെയ്നർ. ഇതാണ് ഇവിടെ ഒരു ഗ്യാസ് കളക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞൊരു പൈപ്പ് ഇവിടെ പോകുന്നുണ്ട്. ഗ്യാസ് കളക്ഷൻ പൈപ്പ് മുകളിലേക്ക് പോകുന്നുണ്ട്. അത് ശരിക്കും ഇങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞ് ഇവിടെ തന്നെ അങ്ങ് വീഴുവാണ് കേട്ടോ. ഗ്യാസ് കളക്ഷൻ പൈപ്പ് മേളിൽ അറ്റത്തോട്ടൊന്നും പോകുന്നില്ല. ഇങ്ങനെ വന്ന് വളഞ്ഞ് ഇവിടെ തന്നെ ഗ്യാസ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം. അപ്പോൾ ബേസിക്കലി ഞാൻ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആദ്യമേ ഞങ്ങൾ പറയാം. അതായത് നമ്മൾ ആദ്യം കാർബൈഡ് ഇവിടെ ഇടും. കാർബൈഡ് ഈ ബ്ലാക്ക് കളറിലുള്ള കാർബൈഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ വാട്ടർ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് സപ്ലൈ ആണ്. ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ ഫ്ലോട്ട് ഇതാണ് വാട്ടറിൻ്റെ ഫ്ലോട്ട്. ഫ്ലോട്ട് ഈ ഡയറക്ഷനിലാണെങ്കിൽ വാൽവ് ഓപ്പൺ ആണ്. ഈ ഡയറക്ഷനിൽ വാൽവ് ഓപ്പൺ ആണ്. അപ്പോൾ ഫ്ലോട്ട് മുകളിലോട്ട് പോകും തോറും ഫ്ലോട്ട് ഈ ഡയറക്ഷനിൽ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുമ്പോൾ ഈ വാൽവ് ക്ലോസ് ആവും. വാൽവ് ക്ലോസ് ആയാൽ ഇതുവഴി താഴേക്ക് വെള്ളം പോവില്ല കേട്ടോ. ഇതുവഴി താഴേക്ക് വെള്ളം പോകത്തില്ല. ഇങ്ങനൊരു സർക്കുലേഷൻ അവിടെ നടക്കത്തില്ല. അല്ലാതെ വാൽവ് താഴേക്ക് ഇരിക്കുന്ന പൊസിഷനിൽ ഈ പൊസിഷനിലൊക്കെ വാൽവ് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? വെള്ളം ഇങ്ങോട്ട് സ്പ്രേ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാർബൈഡിന് മുകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യും. അങ്ങനെ കാർബൈഡിന് മുകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്താൽ എന്ത് സംഭവിക്കും? ഗ്യാസ് ഉണ്ടാവും. അസറ്റിലിൻ ഗ്യാസ് അവിടെ പ്രിപ്പയർ ചെയ്യും. സ്ലേക്കഡ് ലൈൻ താഴേക്കും പോകും. മനസ്സിലായില്ലേ? സ്ലേക്കഡ് ലൈൻ താഴേക്കും പോകും. കാർബൈഡിന് മുകളിലേക്ക് വെള്ളം ഈ ഭാഗത്തൂടെ സ്പ്രേ ചെയ്യും. ഈ ഭാഗത്തൂടെ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അസറ്റിലിൻ ഗ്യാസ് ഉണ്ടാവും. ഇനി ഉണ്ടാവുന്ന അസറ്റിലിൻ ഗ്യാസ് എന്ത് ചെയ്യും? ഇതുവഴി ഈ ഗ്യാസ് കളക്ഷൻ പൈപ്പിൽ കൂടെ മുകളിലേക്ക് വന്ന് ഈ വെള്ളത്തിൽ തന്നെ കുമിളകളായിട്ട് വരും. ഓക്കെ, ആദ്യത്തെ കേസിൽ ഈ റേസിംഗ് ബെല്ല് ഏറ്റവും താഴത്തെ പൊസിഷനിൽ, അതായത് റേസിംഗ് ബെല്ല് താഴോട്ട് വെച്ചേക്കുക. ഈ പച്ച കളറിൽ കാണുന്ന റേസിംഗ് ബെല്ല് മറ്റേതിനകത്തേക്ക് കമഴ്ത്തി ഏറ്റവും താഴോട്ട് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പൊസിഷൻ അതാണ്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് നമ്മുടെ അസറ്റിലിൻ ഗ്യാസ് ബബിൾസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ത് സംഭവിക്കും? പതുക്കെ ഇതിന്റെ പ്രഷർ അങ്ങോട്ട് ഉയരാനായിട്ട് തുടങ്ങും. അതായത് ഈ റേസിംഗ് ബെല്ലിനെ മുകളിലേക്ക് തള്ളാൻ തുടങ്ങും. ഇവിടെ മുകളിലേക്ക് ഒരു പ്രഷർ വരാൻ തുടങ്ങും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷർ എക്സീഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ടല്ലോ, W എന്ന് പറഞ്ഞൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ പ്രഷർ എക്സീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റേസിംഗ് ബെല്ല് മുകളിലേക്ക് റേസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് റേസിംഗ് ബെല്ല് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ റേസിംഗ് ബെല്ല് മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ റേസിംഗ് ബെല്ല് മുകളിലേക്ക് നീങ്ങി ഒരു പർട്ടിക്കുലർ പ്രഷർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ഗ്യാസ് ഉണ്ടാകും തോറും പ്രഷർ കൂടി റേസിംഗ് ബെല്ല് മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുക. അതായത് ഈ കമിഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രം മുകളിലേക്ക് നീങ്ങി പൊക്കോണ്ടിരിക്കുക. അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫ്ലോട്ട് വാൽവും പതുക്കെ മേളിലേക്ക് വരാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അതായത് ഈ ക്രോസ് ബാർ നമ്മൾ ഈ റേസിംഗ് ബെല്ലിന്റെ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫ്ലോട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ക്രോസ് ബാർ മുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് മുകളിലേക്ക് പോകും. ഫ്ലോട്ട് വാൽവ് അങ്ങനെ ലാസ്റ്റിൽ ഈ ഡയറക്ഷനിൽ എത്തിയാൽ, ഒരു റിക്വയർഡ് പ്രഷർ എത്തിക്കഴിഞ്ഞാൽ, അതായത് മേളിലത്തെ വെയിറ്റിനേക്ക് അതിജീവിച്ച് മേളിലേക്ക് ഇത് റേസിംഗ് ബെല്ല് പോവുകയാണ്. അപ്പോൾ ഒരു റിക്വയർഡ് പ്രഷർ എത്തിക്കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ചെയ്യും. പിന്നെ വെള്ളം ഈ പൊസിഷനിലായി കഴിഞ്ഞാൽ നേരെ ഈ ഫ്ലോട്ട് വാൽവ് നേരെ പെർപെൻഡിക്കുലർ പൊസിഷനിലായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം താഴേക്ക് വരില്ല, വെള്ളം ഇങ്ങോട്ട് വരില്ല. അങ്ങനെ വെള്ളത്തിന്റെ സപ്ലൈ അവിടെ നിൽക്കും. വെള്ളത്തിന്റെ സപ്ലൈ നിന്നാൽ പിന്നെ അസറ്റിലിൻ ഗ്യാസ് ഉണ്ടാവില്ല. അങ്ങനെ ഇവിടാണ് ഔട്ട്ലെറ്റ് പൈപ്പ്. ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു പ്യൂരിഫയർ വഴി നമ്മുടെ അസറ്റിലിൻ ഗ്യാസ് പ്യൂരിഫയർ വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമുക്ക് വേണ്ട വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഈ അസറ്റിലിൻ ഗ്യാസ് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ കുറെ അസറ്റിലിൻ ഗ്യാസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും?
എന്ത് സംഭവിക്കും? ഇതിന്റെ പ്രഷർ പതുക്കെ കുറയും. പ്രഷർ പതുക്കെ കുറയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും റേസിംഗ് ബെല്ല് താഴോട്ട് വരും. മനസ്സിലായില്ലേ? അങ്ങനെ റേസിംഗ് ബെല്ല് താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലോട്ട് വാൽവും താഴോട്ട് വരും. ഫ്ലോട്ട് വാൽവ് താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ കൂടെ വെള്ളം വീണ്ടും സപ്ലൈ ചെയ്യാൻ തുടങ്ങും. വീണ്ടും ഗ്യാസ് ഉണ്ടാവും, വീണ്ടും പുറത്തേക്ക് പോകും. അതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക് പ്രക്രിയയായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സായി നടക്കും. ഏതുവരെ നടക്കും? എത്ര വരെ നടക്കും? ഇതിലെ എല്ലാ കാർബൈഡും എക്സോസ്റ്റഡ് ആയിട്ട് ഗ്യാസ് ആയിട്ട് പോകുന്നത് വരെ, എല്ലാ കാൽസ്യം കാർബൈഡും ഗ്യാസായി പോകുന്നത് വരെ ഈ പ്രക്രിയ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഏകദേശ ധാരണ പിടികിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. റേസിംഗ് ബെല്ല് എന്ന് പറഞ്ഞാൽ കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിലേക്ക് ഗ്യാസ് ഉണ്ടാവുന്ന അസറ്റിലിൻ ഗ്യാസ് അതേ പുഷ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് പൊക്കോണ്ടിരിക്കും. ഇതൊരു സേഫ്റ്റി വാൽവാണ്. പ്രഷർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കി വിടും. ഇത് ഔട്ട്ലെറ്റ് വാൽവാണ്. അതേപോലെ ഈ ഉണ്ടാവുന്ന അസറ്റിലിൻ ഗ്യാസ് ഈ വെള്ളത്തിനകത്തൂടെ മിക്സ് ചെയ്താണ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ വെള്ളത്തിനകത്തൂടെ വാഷ് ചെയ്ത് ആണ് മുകളിലേക്ക് വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് ഇത് ഒന്ന് വായിച്ചു നോക്കിയാൽ സംഗതി പിടികിട്ടും. വാട്ടർ ഈസ് ഫിൽഡ് ഇൻ ദ ഔട്ടർ വെസൽ. ഔട്ടർ വെസൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു 2 വെസലുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അത് മനസ്സിലാവില്ല. 2 വെസലുണ്ട്. ഒരു വെസൽ അതിനകത്തേക്ക് ഒരു റേസിംഗ് ബെല്ല് കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഔട്ടർ വെസലിലാണ് വാട്ടർ ഫില്ല് ചെയ്യുന്നത്. ആൻഡ് ദ വാട്ടർ ടാപ്പ് ഈസ് ടേൺഡ് ഓഫ് വെൻ ദേർ ഈസ് സഫിഷ്യന്റ് വാട്ടർ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉള്ളപ്പോൾ വാട്ടർ ടാപ്പ് അതിൽ നിന്ന് നിൽക്കും. വെള്ളം ഇവിടുന്ന് വരുന്നത് ശരിക്കും ഇതിനകത്ത് ഫുള്ള് വെള്ളമാണല്ലോ. അപ്പോൾ ഇവിടുന്ന് തന്നെ വലിച്ചെടുക്കുകയാണ്, ഈ പൈപ്പ് വഴി ഇവിടുന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ചെയ്യും. കാൽസ്യം കാർബൈഡ് ഈസ് ഫിൽഡ് ഇൻ ദ കാർബൈഡ് കണ്ടെയ്നർ ഇൻസേർട്ടഡ് ത്രൂ ദ ഡോർ അറ്റ് ദ ബോട്ടം. Initially the rising bell is at the bottom level and the cross fixed to the rising bell holds the float bar down. ഈ ക്രോസ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രോസ് ബാർ. ആ ഒരു റേസിംഗ് ബെല്ലിൽ നിന്ന് താഴെ ഫ്ലോട്ട് വഴിയുള്ള ക്രോസ് ബാർ ആണ് ആ ക്രോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ഫ്ലോസ് ഡൗൺ ദ വാട്ടർ സപ്ലൈ പൈപ്പ് ആൻഡ് എൻറ്റേഴ്സ് ദ കാർബൈഡ് കണ്ടെയ്നർ. കാർബൈഡ് കണ്ടെയ്നറിൽ വാട്ടർ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അസറ്റിലിൻ ഗ്യാസ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ വഴി അസറ്റിലിൻ ഗ്യാസ് ഉണ്ടാവും. ദ ജനറേറ്റഡ് ഗ്യാസ് ഗോസ് അപ്പ് ഇൻ ദ ഗ്യാസ് കളക്ഷൻ പൈപ്പ് passes through the water in the form of bubbles. അപ്പോൾ ഈ വാട്ടറിനകത്തൂടാണ് ഈ ബബിൾസ് വരുന്നതെന്ന് ഓർക്കുക. വാഷ്ഡ് ആൻഡ് കൂൾഡ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് വെള്ളത്തിനകത്തൂടെ ഈ അസറ്റിലിൻ ഗ്യാസ് കടത്തി വിടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വാഷ് ചെയ്യാനും കൂൾ ചെയ്യാനുമായിട്ടാണ്. അസറ്റിലിൻ ഗ്യാസ് വളരെ ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാനും കൂൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് വെള്ളത്തിനകത്തൂടെ കടത്തി വിടുന്നത്, ഈ അസറ്റിലിൻ ഗ്യാസ് കടത്തി വിടുന്നത്. ദ റൈസിംഗ് ബെൽ റൈസിംഗ് എന്നും റേസിംഗ് എന്നും ഒക്കെ പറയാറുണ്ട്. റൈസസ് വിത്ത് ദ ഗ്യാസ് പ്രഷർ ആൻഡ് ലിഫ്റ്റ്സ് ദ ക്രോസ് ബാർ അപ്പ്, ദസ് ക്ലോസിംഗ് ദ വാട്ടർ വാൽവ് ആൻഡ് ഓട്ടോമാറ്റിക്കലി ആൻഡ് പ്രിവെന്റിംഗ് ഫർദർ സപ്ലൈ ഓഫ് വാട്ടർ ഇൻ ദ കാർബൈഡ് കണ്ടെയ്നർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൈസിംഗ് ബാർ മേളിലേക്ക് പോകുമ്പോൾ ആ ക്രോസ് ബാറും മേളിലേക്ക് പോകും. അങ്ങനെ ഫ്ലോട്ട് വാൽവ് നേരെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ വാൽവ് അവിടെ നിൽക്കും. നമ്മുടെ വാൽവ് നിൽക്കും, ഈ വാട്ടർ സപ്ലൈയും നിൽക്കും, കാർബൈഡിലേക്കുള്ള വാട്ടർ സപ്ലൈയും അവിടെ നിൽക്കും. ദ ഗ്യാസ് ഈസ് ടേക്കൺ ഔട്ട് ത്രൂ ദ ഔട്ട്ലെറ്റ് പൈപ്പ് from where it goes to the purifier and then to the hydraulic safety valve before ഇറ്റ് യൂസ് ദ വെൽഡിങ്. അപ്പോൾ ഒരു 2 കാര്യങ്ങൾ കൂടെ കടന്നു പോകും. ഈ ഒരു അസറ്റിലിൻ വാട്ടർ ടു കാർബൈഡ് അസറ്റിലിൻ ജനറേറ്ററിൽ നിന്നുണ്ടാവുന്ന അസറ്റിലിൻ ഗ്യാസ് എങ്ങനെയാണ് എടുക്കുന്നത്? ആദ്യം ഔട്ട്ലെറ്റ് പൈപ്പ് വഴി പ്യൂരിഫയറിലെത്തും, അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിക് സേഫ്റ്റി വാൽവിലും എത്തും. അതിനും ശേഷമാണ് ഈ ഗ്യാസ് വെൽഡിങ്ങിലേക്ക് പോകുക. അപ്പോൾ സേഫ്റ്റി വാൽവ് ഇല്ലെങ്കിൽ ഒരു ബാക്ക് പ്രഷർ ഉണ്ടാവുകയും എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ മാറ്റും. വെയിറ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ റൈസിംഗ് ബെൽ ടു കീപ് ഇറ്റ് ഇൻ പൊസിഷൻ ആൻഡ് ഇനേബിൾ ഇറ്റ് ടു സപ്ലൈ ദ ഗ്യാസ് വിത്ത് ദ റിക്വയർഡ് പ്രഷർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷർ അതിജീവിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.17 kg/cm² ഒക്കെ ആയെങ്കിൽ മാത്രമേ ആ വെയിറ്റ് മേളിലേക്ക് പൊങ്ങാൻ, അത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വെയിറ്റ് അവിടെ നമ്മൾ വെക്കുന്നത്. എ സേഫ്റ്റി ഔട്ട്ലെറ്റ് പൈപ്പ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് വിത്ത് എ റൈസിംഗ് ബെൽ ടു റിലീസ് എക്സസ് ഗ്യാസ് ഇൻ എമർജൻസി. റിലീഫ് വാൽവ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് സേഫ്റ്റി ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഫർദർ ജനറേഷൻ റിലീഫ് വാൽവ് വേറെയുണ്ട്, സേഫ്റ്റി ഔട്ട്ലെറ്റ് പൈപ്പ് വേറെയുണ്ട്. ഫർദർ ജനറേഷൻ ഓഫ് അസറ്റിലിൻ ഗ്യാസ് ഈസ് കൺട്രോൾഡ് ഓട്ടോമാറ്റിക്കലി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് പ്രഷർ വെൽഡിങ്ങിന് വേണ്ടി കൂടുതൽ പ്രഷർ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ ഗ്യാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ റൈസിംഗ് ബെല്ല് വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങും അല്ലേ? When the gas is consumed, the rising bell comes down and its crossbar presses the float bar down to open the water valve. Water flows down into the carbide container to generate acetylene gas again. അപ്പോൾ വീണ്ടും acetylene gas വീണ്ടും ഉണ്ടാവും എന്നുള്ളതാണ്. This operation continues till all the calcium carbide in the carbide container has
റിയാക്റ്റഡ് വിത്ത് വാട്ടർ. ഇത് ഇതുവരെ നടക്കും, എല്ലാ കാർബൈഡും റിയാക്ട് ചെയ്ത് പോകുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. നോൺ ഓട്ടോമാറ്റിക് ടൈപ്പ് ജനറേറ്റേഴ്സ് ആർ ഓൾസോ അവൈലബിൾ. അത് ശ്രദ്ധിക്കണം, വാട്ടർ ടു കാർബൈഡ് ടൈപ്പിൽ നോൺ ഓട്ടോമാറ്റിക് ടൈപ്പ്, അതായത് മാനുവലി നമുക്ക് കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്യാസ് ജനറേറ്റേഴ്സും അവൈലബിൾ ആണ്. ഇൻ വിച്ച് ദ വെൽഡർ ഹിംസെൽഫ് പോഴ്സ് വാട്ടർ ഓൺ ദ കാർബൈഡ് ബൈ എ ഹാൻഡ് ഓപ്പറേറ്റഡ് വാൽവ് ആസ് പെർ ഹിസ് റിക്വയർമെന്റ്സ് ഓഫ് ദ അസിലിംഗ് ഗ്യാസ്. അതായത് വെള്ളം ഓട്ടോമാറ്റിക്കലി അല്ലാതെ കൈകൊണ്ട് തന്നെ മാനുവലായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നോൺ ഓട്ടോമാറ്റിക് ടൈപ്പ് ജനറേറ്ററും ഈ ഒരു കേസിൽ, അതായത് വാട്ടർ ടു കാർബൈഡ് കേസിൽ അവൈലബിൾ ആണ്. വാട്ടർ ടു കാർബൈഡ് ജനറേറ്റേഴ്സിൽ നോൺ ഓട്ടോമാറ്റിക് ടൈപ്പും അവൈലബിൾ ആണ്. നോർമലി അത് ഓട്ടോമാറ്റിക് ടൈപ്പ് ആണ്, പക്ഷേ വാട്ടർ ടു കാർബൈഡ് കേസിൽ നോൺ ഓട്ടോമാറ്റിക് ആയിട്ടും വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളത് ഓർക്കുക. അതേസമയം അത് പ്രത്യേകിച്ച് പറയാൻ കാരണം കാർബൈഡ് ടു വാട്ടർ ആണെങ്കിൽ അത് പറ്റില്ല, നോൺ ഓട്ടോമാറ്റിക് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് വാട്ടർ ടു കാർബൈഡ് ഗ്യാസ് ജനറേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. അടുത്തതായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? ഈ പറഞ്ഞ കാർബൈഡ് ടു വാട്ടർ അസിറ്റിലിൻ ഗ്യാസ് ജനറേറ്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. താങ്ക് യു.